ദൈവരാജ്യത്തിൽ വിശ്വാസത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം ഇവ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു ഒരു മതം സ്ഥാപിക്കാനായി വന്നതല്ല. ദൈവരാജ്യം പ്രസിദ്ധീകരിക്കുവാനും ഈ ലോകത്തിൽ അത് അനുഭവവേദ്യമാക്കി തീർക്കുവാനും വന്നതാണ് എന്ന് ക്രിസ്ത്യാനികൾ താത്വികമായി പറയുമെങ്കിലും ഇതിൻ്റെ ആത്മീകമായ ഉള്ളടക്കം എന്താ എന്നറിയുവാൻ എത്ര പേർ കൂട്ടാക്കിയിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല. അത് വിളിച്ചറിയിക്കുവാൻ താല്പര്യമുള്ള ഏതെങ്കിലും സഭ കേരളത്തിലോ ഭാരതത്തിലോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നത് എനിക്ക് നന്നേ സംശയമാണ്. കാരണം കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ എൻ്റെ അന്വേഷണത്തിൽ, അനുഭവത്തിൽ അപ്രകാരമുള്ളൊരു സഭ കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഇല്ല എന്ന് കട്ടം പിടിക്കുന്ന സ്വഭാവവും എനിക്കില്ല. അതുകൊണ്ട് ഏവരും ഇത് ശ്രദ്ധിക്കണം എന്നൊരഭ്യർത്ഥനയല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ തരുണത്തിൽ സൂചിപ്പിക്കാനില്ല. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ വിഷയത്തെപ്പറ്റി അല്പം വ്യക്തത പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ, തുറന്ന മനസ്സോടെ, അന്വേഷണ ബുദ്ധിയുടെ സ്വാതന്ത്ര്യത്തോടെ ശ്രമിക്കാം. യേശു പറഞ്ഞുവല്ലോ, അന്വേഷിക്കുക നമ്മുടെ ആത്മീയമായ കടമയാണ്. യേശു നമ്മെ ആശ്വസിപ്പിച്ചു, അന്വേഷിച്ചാൽ കണ്ടെത്തും. ആ പ്രത്യാശ കൈവിടാതെ അന്വേഷിക്കുക എന്ന ആത്മീയമായ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ വായിൽ നിന്ന് വരുന്നത് മാത്രം കേട്ട് ജീവിച്ച് ഈ അതുല്യമായ വിലയുള്ള നമ്മുടെ ജീവിതം പാഴാക്കി, ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ വാർദ്ധക്യത്തിൽ പ്രവേശിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിന്തകൾ ഏവരുമായി പങ്കിടുകയും ചില സാധ്യതകൾ നിങ്ങളുടെ മുൻപിൽ എടുത്ത് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് ഈ സമയത്ത് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. യേശു ദൈവരാജ്യം സാക്ഷീകരിക്കാൻ വന്നു. Jesus came to announce the kingdom of God. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ക്രിസ്തുമതം സമാഗതമായതുകൊണ്ട് നിങ്ങൾ മതം മാറണമെന്ന് യേശു പറഞ്ഞില്ല. യേശു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ. യേശു വാസ്തവത്തിൽ ഒരു മതത്തിൻ്റെയും അടിമയല്ലായിരുന്നു എന്നതാണ് യേശുവിനെ പറ്റി നാം ഓർക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന്. കാരണം ഒരു മതത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് മനുഷ്യർക്ക് വിടുതൽ വരുന്ന ഒരു ശുശ്രൂഷയും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു മതത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് സത്യത്തിന് സാക്ഷിയായി പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ഒരു മതത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ മറ്റുള്ളവർക്ക്, അതായത് മതത്തിൻ്റെ വേലിക്കപ്പുറത്തുള്ളവർക്ക് ശരണമായി, സഹായമായി, പ്രത്യാശയായി, ആശ്വാസമായി നിലകൊള്ളുവാനോ സാധിക്കുകയില്ല. പിന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഉപമകളിലൊന്നാണ് ദൈവരാജ്യം കടുകുമണിക്ക് സദൃശം. അത് വീണ്ടും മുളച്ച് അതൊരു ചെടിയായി വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അതുവരെയും പോകുന്നു, ആകാശത്തിലെ പറവകൾ വന്നതിൽ കൂടി വെക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവരാജ്യമെന്ന സങ്കല്പത്തിൻ്റെ സാധ്യതകൾ എത്ര വിപുലമാണ്, നമ്മുടെ മനസ്സിലെ, നമ്മുടെ അറിവിനെ എത്രമാത്രം അത് വെല്ലുവിളിക്കുന്നു എന്ന ഒരു സൂചന അതിലുണ്ട് എന്ന് പോലും നാം പലപ്പോഴും അവഗണിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കാതലായ ഹൃദയഭാഗം, സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗമായ ദൈവരാജ്യം എന്ന സങ്കല്പവും അതിൻ്റെ ആധികാരിക പ്രവർത്തന സ്വഭാവമായ വിശ്വാസം, യേശു ആവർത്തിച്ച് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിധേയത്വം, നിൻ്റെ സഭാകമ്പം, നിൻ്റെ വർഗീയമായ എരിവ് എന്നൊന്നും യേശു പറഞ്ഞിട്ടില്ല. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ യേശു കൽപ്പിച്ച ഒരു ആശയമാണ് വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തെപ്പറ്റി തന്നെ നമുക്ക് വ്യക്തമായ യേശുവിൻ്റെ ദർശനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരറിവ് ഉണ്ടാകണം എന്നത് വളരെ അത്യാവശ്യമാണ്. യേശു എന്തുകൊണ്ടാണ് ദൈവരാജ്യം അനാവരണം ചെയ്യുവാനും
അത് ഈ ലോകത്തിൽ സ്ഥാപിക്കുവാനും അതിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്യുവാനും വഴി നടത്തുവാനും ശ്രമിച്ചത് എന്നതിൻ്റെ പ്രാവർത്തികമായ വശം അനേക നാളുകളുടെ പ്രാർത്ഥനാ നിർഭരമായ അന്വേഷണത്തിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. ഞാനതിൻ്റെ പ്രാവർത്തികമായ വശം മാത്രമാണ് പറയാൻ പോകുന്നത്. നാം നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ അനേകായിരം തീരുമാനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം. ചെറുപ്പം മുതൽ നാളിന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ പല തോതിലുള്ള തീരുമാനങ്ങൾ, ചിലത് വലിയ പ്രസക്തിയില്ലാത്തത്, ചിലത് വളരെയധികം പ്രാധാന്യമുള്ളത്, ചിലത് നൈമിഷികമായിട്ടുള്ളത്, ചിലത് ദീർഘകാല സ്വാധീനം ചെലുത്തുവാൻ പര്യാപ്തമായ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ നാം എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എടുക്കാൻ കഴിയാതെ പോയ നമ്മുടെ തീരുമാനങ്ങൾ, അതുപോലെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, അതുകൊണ്ട് നമുക്ക് വന്ന ആ വിലയിടിവ്, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ ആത്മീയമായ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് ആമുഖമായി ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നാം ഇപ്പോൾ മനസ്സിൽ കുറിക്കേണ്ട വാക്ക് തിരഞ്ഞെടുപ്പ്, ചോയ്സ് ഓർ ഡിസിഷൻ. ഇപ്പം നമ്മളൊരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് അതിപ്പോൾ ആശ്വസിച്ച് ഇരിക്കുകയാണല്ലോ. 2024 ജനറൽ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൂടുതൽ അനുഭവവേദ്യമാകും, ചിന്തിക്കാൻ കുറേ കൂടെ സഹായിക്കും എന്നതും ഈ തരുണത്തിൽ അല്പം ആശ്വാസം നൽകുന്നുണ്ട്. ഇലക്ഷൻ രാഷ്ട്രീയമായ മേഖലയിൽ മാത്രമല്ല മനുഷ്യൻ ഇലക്ഷൻ നടത്തുന്നത്. മനുഷ്യൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ ഇലക്ഷനുണ്ട്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമോ അതോ 7 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ എന്നതൊരു തീരുമാനമാണ്. എഴുന്നേറ്റ ശേഷം ബാക്കിയുള്ള സമയം എപ്രകാരം ഉപയോഗിക്കേണ്ട എന്നതൊരു തീരുമാനമാണ്. നല്ല ആശയം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ കണ്ടാൽ അത് 30 മിനിറ്റ് ദൈർഘ്യമുള്ളതാണെങ്കിൽ അതിൻ്റെ 3 മിനിറ്റ് കാണണമോ 15 മിനിറ്റ് കാണണമോ അല്ല 30 മിനിറ്റും കാണണമോ എന്നുള്ളതൊരു തീരുമാനമാണ്. ഈ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്തോറും നാം നമ്മുടെ ജീവിതത്തെ, അതിൻ്റെ ഉള്ളടക്കത്തെ നിർമ്മിച്ചും പുനർനിർവചിച്ചും മുൻപോട്ട് പോവുകയാണ് എന്നത് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല. നമ്മുടെ ഓരോ നിമിഷത്തിലും നാം നടത്തുന്ന തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിതം, ആകെത്തുകയാണ് നമ്മുടെ വ്യക്തിത്വം, അതാണ് നമ്മുടെ സമ്പത്ത്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് ഒന്നിൽ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടേയിരിക്കും. ഒന്നിൽ കൂട്ടും, അല്ലെങ്കിൽ കുറയ്ക്കും. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും യുവതീ-യുവാക്കന്മാരെയും കഴിയുന്നത്രയും വ്യക്തതയോടെ മനസ്സിലാക്കാൻ നാം നന്നേ കൂട്ടാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ് ഞാൻ ഇപ്പോൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രാധാന്യം. പണ്ട് ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാം, ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ എല്ലാം അവൻ ആരാകുന്നതും ആരാകണമെന്നും ഒക്കെ തീരുമാനിക്കുന്നതിൻ്റെ സ്വഭാവ ഗുണമാണെന്ന് പറയും. പക്ഷേ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ്, ചോയ്സ്. നാം എന്ത് തീരുമാനിക്കുന്നു അതാണ് സ്വഭാവം. സ്വഭാവത്തിൻ്റെ, ക്യാരക്ടർ എന്നതിൻ്റെ പ്രാവർത്തികമായ വിശകലനം എന്താണ്? ദ എബിലിറ്റി ടു മേക്ക് വൈസ് ആൻഡ് സെൻസിബിൾ ചോയ്സസ്. അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നാം നമ്മുടെ തന്നെ കഴുത്ത് കണ്ടിക്കും, നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയും, നമ്മെ നരകത്തിലേക്ക് നാം തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. സ്വർഗവും നരകവും തമ്മിലുള്ള അകലം നിശ്ചയിക്കുന്നത് അങ്ങ് ദൂരെ ഇരിക്കുന്ന ഏതോ സങ്കല്പങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എടുക്കാൻ മടിക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം എപ്രകാരം ഉപയോഗിക്കുന്നു അല്ല ദുരുപയോഗപ്പെടുത്തുന്നു, ഇതാണ്. അങ്ങനെ തീരുമാനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തിത്വമെന്ന് നാം കണ്ടു. ഇനി അടുത്തതായ ചോദ്യം,
ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്. നാം ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം എപ്രകാരമാണ് ആ സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഉദാഹരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിനെ കാണാൻ വന്ന നിക്കോദീമോസ്, അവൻ യേശുവിനെ കാണാൻ വന്നു എന്നത് ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ്. എന്നാൽ അങ്ങനെ തന്നെ കാണാൻ വന്ന നിക്കോദീമോസിനോട് യേശു മറ്റൊരു തീരുമാനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. നീ വീണ്ടും ജനിക്കണം, അത് വേണോ വേണ്ടായോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്, മറ്റാർക്കും അത് തീരുമാനിക്കാൻ അവകാശമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇപ്പോൾ നിക്കോദീമോസിനോട് യേശു പറയുകയാണ് നീ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ നിക്കോദീമോസ് ഒരു പ്രശ്നം അനുഭവിക്കും. അതെന്താണ്? നാളിതുവരെ എനിക്ക് ലഭിച്ച പരിശീലനം, ഞാൻ ഏത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ അല്ലെ സ്ഥാപനത്തിൻ്റെ കൂടെ അതിൻ്റെ അംശമായി ചേർന്ന് നിന്ന് ജോലി ചെയ്യുന്നുവോ അതിൽ കൂടെ ഞാൻ പ്രാപിച്ച അറിവ്, അതിനോടുള്ള എൻ്റെ വിധേയത്വത്തിൽ എനിക്ക് സ്വീകരിക്കാൻ ഒക്കും അല്ലെങ്കിൽ ഒക്കുകയില്ല എന്ന എൻ്റെ അവസ്ഥ, കഴിഞ്ഞകാല അനുഭവങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടത്, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ മാത്രം ആശ്രയിച്ചാണ് ലോകത്തിലുള്ള എല്ലാവരും സ്വാഭാവികമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ കാലത്ത് ക്രിക്കറ്റുമൊക്കെ വലിയ പൂതിയാണല്ലോ. അപ്പോൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞ വർഷം ഇങ്ങനെ ക്രിക്കറ്റ് T20 കാണാൻ പോയ ഒരു 100 പേര് ആ സ്റ്റേഡിയത്തിൽ വെച്ച് ആൾത്തിരക്കിൽ മരിച്ചുപോയി. അവിടെ ഏതാണ്ട് പ്രശ്നമുണ്ടായിട്ട് ആളുകൾ പ്രാണവേദന ഇറങ്ങി ഓടിയപ്പോൾ പരസ്പരം ചവിട്ടി മരിച്ച് 100 പേര് ചത്തുപോയി. അങ്ങനൊരു സംഭവം കൂടെ മനസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷവും അങ്ങനെ ഒരു T20 വളരെ പ്രസിദ്ധമായ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നടക്കുക. അപ്പം നിങ്ങൾക്കൊരാൾ കൊണ്ടുവന്നൊരു ഫ്രീ എൻട്രി പാസ് തരികയാണ്. ഇതാ നല്ല കളിയാണ്, പോയി കണ്ടു, ടിക്കറ്റ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ മടിക്കും. കാരണം എന്താണ്? കഴിഞ്ഞ വർഷത്തെ സംഭവം മനസ്സിലിരിക്കുന്നു. അതില്ല എങ്കിൽ ഉടനെ പോയിരിക്കും, അത് ഉള്ളത് കൊണ്ട് പോകാൻ മടിക്കും. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, താനെന്തിനാ എന്നെ തള്ളി മറിക്കുന്നതെന്ന് ചോദിക്കും. ഇച്ചിരി ഒന്ന് സാവകാശപ്പെടുക. അപ്പോൾ സാധാരണ മനുഷ്യർ അവർ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യത്തെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും വിലയിരുത്തുകയും അതിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പണ്ട് പറയാറില്ലേ, തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും അറയ്ക്കും എന്നാണ് പറയാം. അത് സത്യമാണ്. കാരണം പൂച്ചയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ വെള്ളത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ സാധ്യമാകുകയുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം നാം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളോടും സാധ്യതകളോടും പ്രതികരിക്കുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നു? നാം കഴിഞ്ഞ കാലങ്ങളുടെ ഭൂതകാലത്തിൻ്റെ അടിമകളായി കഴിഞ്ഞുകൂടും. നമ്മുടെ ഭൂതകാലം നമ്മുടെ കാരാഗ്രഹമായി തീരും. നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. മുൻപോട്ട് പോകണമെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത സാധ്യതകളോട് പ്രതികരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പകാലത്ത് എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ആരുടെയെങ്കിലും കാലൊടിഞ്ഞ് ആശുപത്രിയിൽ ചെന്ന ഉടനെ എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്തു. അപ്പോൾ ഡോക്ടർ എന്ത് കണ്ടുപിടിച്ചു? അവിടെ എല്ലൊടിഞ്ഞു എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് ചികിത്സയായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് പോരാ, പ്രയോജനമുണ്ട് പക്ഷേ പോരാ, കുറച്ചുകൂടെ വ്യക്തത വേണം. അപ്പോൾ കാറ്റ് സ്കാൻ വന്നു. അപ്പോൾ എക്സ്റേയുടെ മർമ്മം അനുസരിച്ച് മാത്രമാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അനുഭവത്തിൽ കൂടെ നമുക്ക് കാറ്റ് സ്കാനിലേക്ക് പോകാനൊക്കത്തില്ല. അതിന് അതീതമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ എക്സ്റേയിൽ നിന്ന് കാറ്റ് സ്കാനിലേക്കും അതിനുശേഷം പെറ്റ് സ്കാനിലേക്കും പോകാനൊക്കത്തുള്ളൂ.
അല്ല, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച് 3 കിലോമീറ്റർ നടന്ന് വേണം വീട്ടിൽ വരാൻ. ഇച്ചിരി പ്രയാസം. അപ്പോൾ അന്നൊക്കെ വഴി നോക്കുമ്പോൾ കാളവണ്ടി, അത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കാളവണ്ടിയല്ല. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കാളവണ്ടി ഇങ്ങനെ പോകുന്നു. നമ്മൾ 4 മണി സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരുന്നതിന് തുണിസഞ്ചിയാണ് തോളിലിട്ടൊരു ഒറ്റ ഓട്ടമാണ്. കുറച്ച് ഓടിക്കഴിഞ്ഞ് ക്ഷീണിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് അതാ ഒരു കാളവണ്ടി പോകുന്നു. അപ്പോൾ കാളവണ്ടിയിൽ സാമാനമൊന്നുമില്ലെങ്കിൽ ഈ സഞ്ചി കൊണ്ട് പുറത്ത് അതിലിട്ടിട്ട് അതിൻ്റെ പുറകെ നടക്കും. അങ്ങനെ നമ്മൾ നടക്കുന്നതായിട്ട് ഈ കാളവണ്ടിക്കാരന് മനസ്സിലായാൽ അവന് ഹൃദയമുണ്ടെങ്കിൽ അവൻ പറയും കയറിക്കോടാ എന്ന് പറയും. അപ്പോൾ ചാടി അതിനകത്ത് കയറും. അപ്പോൾ അങ്ങനെ കാളവണ്ടിയെക്കുറിച്ച്. അപ്പോൾ അതിനുശേഷം കാളവണ്ടിക്ക് പകരം കാറ് കണ്ടുപിടിച്ചു. അപ്പോൾ കാളവണ്ടിയുടെ മർമ്മം മാത്രമേ ആകാവൂ, അതനുസരിച്ച് മാത്രമേ മനുഷ്യൻ യാത്ര ചെയ്യാവൂ എന്ന് പറയുന്നവൻ ഒരിക്കലും കാറിൻ്റെ യുഗത്തിലെത്തുകയില്ല. അപ്പോൾ ഞാൻ കാറിൽ സഞ്ചരിച്ചു, സന്തോഷമായി. അത് കഴിഞ്ഞ് ട്രെയിൻ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചു, ഇപ്പോൾ റോക്കറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞകാല അനുഭവങ്ങളുടെ മാത്രം വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് കാളവണ്ടിയിൽ നിന്ന് ബസ്സിലോട്ടോ, ബസ്സിൽ നിന്ന് ട്രെയിനിലോട്ടോ, ട്രെയിനിൽ നിന്ന് വിമാനത്തിലോട്ടോ പുരോഗമിക്കാൻ സാധ്യമല്ല. ഇത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ, വൈകാരിക ജീവിതത്തിൽ, വ്യവഹാരിക ജീവിതത്തിൽ അന്വർത്ഥമാണെങ്കിൽ അത് ബൗദ്ധികവും ആധ്യാത്മികവുമായ ജീവിതത്തിലും അന്വർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് യേശു എന്താണ് പറയുന്നത്? യേശുവിൻ്റെ ദൗത്യം എന്താണ്? ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്നിരിക്കുന്നു. വിടുവിക്കുക എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാര്യമായ വ്യത്യാസമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്നാണല്ലോ എൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു, ഞാൻ വിടുവിക്കപ്പെട്ടാൽ ഞാൻ അതിൽ നിന്ന് മോചിതനായി ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണല്ലോ അപ്പോൾ കാര്യമായൊരു മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ യേശു വന്നത് ജനങ്ങളെ വിടുവിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ മാത്രം തങ്ങി നിന്ന് അതിൻ്റെ പ്രമാണങ്ങളെയും തത്വങ്ങളെയും ലക്ഷ്യങ്ങളെയും അല്പം പോലും കവച്ചു വയ്ക്കാതെ അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ച് അതിനാൽ വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ കടമ എന്ന നിർബന്ധം മനുഷ്യൻ്റെ ആ എക്സിസ്റ്റൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയും, അവൻ്റെ അനുഭവ തലങ്ങളിൽ നോക്കുമ്പോൾ അത് അവൻ്റെ കാരാഗ്രഹമാണ്. ഭിത്തികളില്ലാത്ത കാരാഗ്രഹമാണ്. അവിടെ നിന്ന് മനുഷ്യർക്ക് മുൻപോട്ട് പോകുവാൻ ആവശ്യമുണ്ട്. മനുഷ്യർക്ക് മുൻപോട്ട് പോകണമെങ്കിൽ അവർ ഇതുവരെ ചിന്തിക്കുകയും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും സാധ്യതകളെ പരിഗണിക്കുകയും വിലയിരുത്തുകയും ചെയ്തിരുന്ന ആ ഒരു താരിപ്പിൽ നിന്ന്, സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനോഭാവത്തിലേക്ക് അവർ പ്രവേശിച്ചെങ്കിൽ, അവർ മുന്നേറിയെങ്കിൽ മാത്രമേ അവർക്ക് വിടുതലുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. സഭകൾ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പൊട്ടത്തരം എന്താണ്? നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ പണ്ടത്തെ കാര്യം, ഏറ്റവും പണ്ടത്തെ കാര്യം മാത്രം അള്ളിപ്പിടിച്ച് നിന്നു, എന്നാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും എന്ന് പറയും. ഇതിനേക്കാൾ വലിയ വഞ്ചന, ഇതിനേക്കാൾ വലിയ പൊട്ടത്തരം മൃഗങ്ങൾ പോലും ഇങ്ങനെ പറയില്ല. അവർക്ക് പറയാൻ കഴിവില്ല. മറ്റൊരു കാര്യം, സങ്കടമാണ്. മൃഗങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേട്ടേനെ. ഈ പൊട്ടത്തരം കേട്ട് മടുത്തു. അതുകൊണ്ട് ഞാനീ പറയുന്നത്. അപ്പോൾ യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ പുറകോട്ട് നോക്കരുത്, നിങ്ങൾ മുൻപോട്ട് നോക്കുവീൻ. ആ മർമ്മത്തിൻ്റെ പേരാണ് വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ പലരും എന്നെ കല്ലെറിയും. കാരണം നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സുലഭം വിശ്വാസം എന്നാൽ എന്താണ്? പണ്ടത്തെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പിടിച്ച് അല്ലേ, വിടരുത്, വിടരുത്. 500 വർഷം 1500 വർഷത്തിന് മുമ്പുള്ള കാര്യം വിടരുത്, പിടിവിട്ടാൽ പോകും എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. യേശു അതല്ല സഹോദര പഠിപ്പിച്ചത്. യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് നിൻ്റെ വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നാം ആശിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രാപിക്കാത്തതിനെ പറ്റിയല്ലേ നാം ആശിക്കുന്നത്.
ഞാൻ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 67 വർഷമായി. ഇപ്പം ഞാൻ ഇപ്പോഴും ഇരുന്ന് പറയുക, ഞാൻ 2ാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആശുപത്രി കൊണ്ട് ഉളമ്പാറ കൊണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ 2016 റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ കേരളത്തിൽ വസിക്കുകയാണ് സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായ തകരാറുണ്ട്. പക്ഷേ സഭകളോട് നമ്മുടെ അടിമത്വത്തിൽ ഇത് മാത്രമാണ് വിശ്വാസം. സഭകൾ പറയുന്ന വിശ്വാസം എന്താണ്? കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി മാത്രമുള്ള കാര്യങ്ങളാണ്. ഇന്ന് നിൻ്റെ ജീവിതാവസ്ഥ, നാളെ നിൻ്റെ ഭാവി, ഇതിന് പ്രയോജനം വരുന്ന, ഇതിനോട് ബന്ധമുള്ള പ്രസക്തമായ എന്തെങ്കിലും കാര്യം നിനക്ക് സഭയിൽ നിന്ന് പ്രാപിക്കാൻ ഒക്കുമെങ്കിൽ ദയവായി അറിയിക്കുക. ഞാൻ മുട്ടുമേലവിടെ വന്ന് 10 വർഷം നിൽക്കാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടാണ് ഈ പറയുന്നത്. യേശു നേരെ മറിച്ചാണ്. യേശു പറയുന്നത് സ്വർഗരാജ്യം, ദൈവരാജ്യം വന്നിരിക്കുന്നു, വരാൻ പോകുന്നു. അത് വളരെ മനോഹരമാണ്. ലോകത്തിലാരും അത് പറഞ്ഞിട്ടില്ല. വന്ന കാര്യം എങ്ങനെയാണ് വരാൻ പോകുന്നത്? അത് മനോഹരമായൊരാശയമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. ആ സാധ്യത ഇതാ വന്നിരിക്കുന്നു. ആ സാധ്യത അതിൻ്റേതായ യാഥാർത്ഥ്യത്തിൽ, അതായത് സാധ്യത എന്ന യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ മുൻപിൽ ഇതാ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അത് വന്നുകൊണ്ടേയിരിക്കണം. ഈ സാധ്യത നിൻ്റെ ജീവിതത്തിൽ ഒരു അവസ്ഥയും അനുഭവമായി പരിണമിക്കുന്നതിൽ കൂടെ മാത്രമേ നിൻ്റെ വിശ്വാസ ജീവിതം യാഥാർത്ഥ്യമാകുകയുള്ളൂ. The kingdom of God is a possibility which is already real through the mission of Jesus Christ. But that possibility has to be appropriated by individuals through their faith. And when they enter the kingdom through faith, and there is no other way to enter the kingdom of God, because the kingdom of God is a realm of possibilities, incredible possibilities, miraculous possibilities. അത് നമ്മുടെ അനുഭവമായി തീരണമെങ്കിൽ കഴിഞ്ഞ കാല അനുഭവങ്ങളോടുള്ള നമ്മുടെ അടിമത്തം നാം ഉപേക്ഷിക്കണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1ാം ലേഖനത്തിൻ്റെ 13ാം അധ്യായത്തിൽ പറയുന്നത്, പഴയത് കഴിഞ്ഞുപോയി, പുതിയത് വന്നിരിക്കുന്നു. പഴയതിനോട് വിട പറയാതെ നമുക്ക് പുതിയതിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ പഴയ അവസ്ഥകളോട്, നാം ജനിച്ചപ്പോൾ തൊട്ട് നമുക്ക് ലഭിച്ച എല്ലാവിധമായ പരിശീലനങ്ങൾ, ഉപദേശങ്ങൾ, വിദ്യാഭ്യാസം ഇവയൊക്കെയും പഴയതിൻ്റെ സമ്പാദ്യങ്ങളായിരുന്നു. അത് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നാം നിറച്ചു വച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സമ്പാദ്യം. അതുകൊണ്ട് ആ അവസ്ഥയിൽ നാം ഏതെങ്കിലും തീരുമാനമെടുത്താൽ അത് പഴയതിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്താണ്? ദൈവഹിതം അനുസരിച്ച് മനുഷ്യർ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. അതെന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത്? നാളിതുവരെ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യരുടെ താരിപ്പുകൾ, താല്പര്യങ്ങൾ, അവരുടെ അറിവുകൾ, അവരുടെ ബുദ്ധി, അവരുടെ സാമർഥ്യങ്ങൾ ഇവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂതകാലം, അതിൽ നിന്ന് മുൻപോട്ട് പോകത്തക്കവണ്ണം നമുക്ക് സാധിക്കണമെങ്കിൽ അതിൽ നിന്നുള്ള നമ്മുടെ വിധേയത്വം, അടിമത്വത്തിൽ നമ്മളെ വിടുവിച്ച് പുതിയൊരു മർമ്മത്തിലേക്ക് നമ്മെ ആക്കി വയ്ക്കുന്ന ആ മർമ്മത്തിൻ്റെ പേരാണ് ദൈവഹിതം എന്നുള്ളത്. നാം ദൈവഹിതത്തെ മനസ്സിലാക്കുന്നത് പോലും പഴയതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ഉദാഹരണമായിട്ട് ഒരു വിശ്വാസി എന്ന് പറയും, അച്ചോ എൻ്റെ മകന് ഗൾഫിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അവനെ അവിടെ കൊണ്ട് ജോലി കൊടുക്കാമെന്നൊരുത്തം പറയുന്നു. അവൻ പോണോ വേണ്ടായോ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയണം. അവിടെ ഞാൻ പ്രാർത്ഥിച്ചെന്ത് പറയാനാണ്?
പോകണമെന്നുള്ളത് മനസ്സ് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ അവരോട് കാല് പിടിച്ചിങ്ങനെ നിന്നത്. ഗൾഫിൽ പോയാൽ രക്ഷപ്പെടുമെന്നുള്ളത് നിൻ്റെ പഴയ ലോകത്തെ ഈ ലോകത്തിൻ്റെ ഭൗതികമായ താല്പര്യങ്ങളുടെ കണ്ണിൽ കൂടെ മാത്രം കാണുമ്പോൾ കണ്ടുപിടിക്കുന്നൊരു ഒരു ഒരു മിഥ്യയാണിത്. അവിടെ ദൈവം പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ പറയുന്നത്. ഇതറിയാൻ മേലാത്ത പാതിരി ഉടനെ തലേ മുണ്ടുവിട്ടൊരു പ്രാർത്ഥിക്കും. അവ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പാതിരിക്ക് ഈ യുവാവ് അറബി നാട്ടിൽ പോയി ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ 10-1 മനസ്സിലതാണ്. ആമേൻ പറയുന്നതിന് മുമ്പേ ദശാംശം ഉള്ളിൽ കയറി കഴിഞ്ഞു. ഈ ഒരു കമ്മട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം, ദയവായി മനസ്സിലാക്കണം. ദൈവഹിതമെന്നുള്ളത് നിങ്ങളെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെയും തത്വങ്ങളുടെയും അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് പുതിയ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായി സഹായിക്കുന്ന വിടുതലിൻ്റെ മർമ്മമാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പറ്റി നാം എന്താണ് വായിക്കുന്നത്? ദൈവം അബ്രഹാമിനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവനോട് പറയുന്നു, നീ നിൻ്റെ നാടിനെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് നീ കണ്ടിട്ടില്ലാത്തതും നിനക്ക് വേണ്ടി ഞാൻ കണ്ടിട്ടുള്ളതുമായ ഒരു ദേശത്തേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ, പഴയത് ആശ്രയിച്ച് നിന്നാൽ നീ അവിടെ തന്നെ കിടക്കും, ഒരു ചിതൽപ്പുറ്റായി പോകും. നിന്നിലുള്ള വലിയ സാധ്യതകൾ അറിയുവാനോ അനുഭവിപ്പാനോ സാധ്യമല്ല. ഇതേ മർമ്മം പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു മറ്റൊരു വിധത്തിൽ ആവിഷ്കരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ, എന്നെ അനുഗമിപ്പി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ആകെപ്പാടെ അറിയാവുന്നത് മീനെ പിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിനക്ക് മറ്റൊരു വലിയ സാധ്യതയുണ്ട്, താരതമ്യപ്പെടുത്താൻ കഴിയാത്തൊരു സാധ്യതയുണ്ട്, മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. പക്ഷെ അവിടെ നീ മീൻപിടുത്തക്കാരനായ ഞാൻ എന്തു ചെയ്യും? പ്രിയമുള്ളവർ, ഈ വ്യത്യാസം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാനൊരു സൂചന മാത്രമായിട്ട് ചില ആശയങ്ങളുമായി പങ്കിട്ടു എന്ന് മാത്രം. ഇത് വളരെ ബൃഹത്തായ ഒരാശയമാണ്. അനേക മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ നാം ധ്യാനിക്കേണ്ട ഒരു വിഷയവും അനുഭവവും ഒരാശയവുമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ഇത് വ്യക്തമാക്കട്ടെ. നാം ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന് സങ്കല്പിക്കും. നമുക്ക് 2 സാധ്യതയുണ്ട്. കഴിഞ്ഞകാല സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതിൽ നിന്ന് പ്രാപിച്ച അറിവുകൾ, ധാരണകൾ, അതിനനുസരിച്ച് തീരുമാനിക്കാം. അല്ല, ദൈവഹിതം എന്ന് പറയുന്ന ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ, അതിനെ ആസ്പദമാക്കി വരാൻ പോകുന്നതിനെ ആശ്രയിച്ച് കണക്കിലെടുത്ത് പ്രവർത്തിക്കുക. ഉദാഹരണമായിട്ട് ഈ ഉദാഹരണം കൂടെ പതിറ്റ് ഞാൻ നിർത്താം. ദയവായി ക്ഷമിച്ചത് കേൾക്കുക. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് സങ്കല്പിക്കൂ. നിങ്ങൾക്ക് 2 വിധത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ അനുഭവത്തെ കാണാൻ സാധിക്കും. ഒന്ന്, എനിക്ക് പഠിച്ച് ഈ ആണ്ടറുതി പരീക്ഷ ജയിച്ച് അടുത്ത ക്ലാസ്സിലോട്ട് കയറണം. ഇത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ ആസ്പദമാക്കി മാത്രമാണ്. എല്ലാവരും പഠിക്കുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. എന്നാൽ മറ്റൊരു സമീപനം സാധ്യമാണ്. ദൈവകൃപയാൽ ആ സമീപനം ഞാൻ അറിയാതെ തന്നെ എങ്ങനെയോ എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേർന്നത് എന്നുകൊണ്ടാണ് ഞാൻ സാക്ഷ്യമായിട്ടിത് പറയുന്നത്. മറ്റൊരു സമീപനം. എന്താണ് ആ സമീപനം? ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്, കോളേജിൽ പഠിക്കാൻ പോകുന്നത് ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല. എനിക്ക് ജീവിതത്തിലൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ നിരന്തരം എപ്രകാരം സജ്ജീകരിക്കുവാൻ, എക്യുപ്പ് ചെയ്യാൻ സാധിക്കും എന്ന അന്വേഷണമായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ ജീവിതം. സത്യമായി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരും, അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ഇങ്ങനെ മനഃപ്പാഠം കൊണ്ട് അവിടെ എഴുതുന്ന പരിപാടി പുച്ഛത്തോടു കൂടെയാണ് ഞാൻ എക്കാലത്തും കണ്ടത്. ഞാൻ ആകെപ്പാടെ ചെയ്തത് ജീവിതത്തിൽ അർത്ഥവത്തായ സംഭാവനകൾ നൽകുവാൻ തക്കവണ്ണം പര്യാപ്തമായ ഒരു വളർച്ച എൻ്റെ വ്യക്തിത്വത്തിൽ എപ്രകാരം പ്രാപിപ്പാൻ വിദ്യാഭ്യാസത്തിൽ കൂടെയും
അതിനപ്പുറത്ത് വിശാലമായ വായനയിൽ കൂടെയും അന്വേഷണങ്ങൾ കൂടെയും പലവിധമായ അനുഭവങ്ങളിൽ കൂടെയും എപ്രകാരം ആർജിക്കാമെന്ന അന്വേഷണത്തിലായിരുന്നു ഞാൻ ഈ കാലം അത്രയും ജീവിച്ചത്. അപ്പോൾ ആ അവസ്ഥയും ആണ്ടവധി പരീക്ഷ മാത്രം ജയിച്ചിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആശയം സമീപനം തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ പറയൂ. ആദ്യത്തെ ആ കാഴ്ചപ്പാട്, അതായത് ലോകത്തിന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണമുള്ള സംഭാവനകൾ നൽകുവാൻ, എൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ എനിക്ക് ചുമതലയുണ്ട് എന്ന ബോധ്യത്തിൽ അധ്വാനിക്കുന്നതും പഠിക്കുന്നതും അന്വേഷിക്കുന്നതും പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതുമായിട്ടുള്ള ഈ വ്യത്യാസം, അത് മതം, ദൈവരാജ്യം ഈ വ്യത്യാസത്തോടെ ഏതാണ്ട് സമാനമാണ് എന്നത് തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചതുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ അതിപ്രധാനമായ ഒരാശയമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തെ ആശയം ദൈവരാജ്യം എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തന ചാലകശക്തി വിശ്വാസമാണ്, ഫെയ്ത്താണ്, ബിലീഫല്ല, ഫെയ്ത്താണ്. അതുകൊണ്ട് ഈ ദൈവരാജ്യവും വിശ്വാസവും എന്താണെന്നും പരസ്പര പൂരിതമായ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നും വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് എന്നെ കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിലുള്ള സഹോദരന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും അന്വർത്ഥമായ ഒരാശയമാണ്. മതപരമായ വാക്കുകൾ അങ്ങ് മാറ്റി നിർത്തിയാൽ, നിങ്ങളതിൻ്റെ താത്വികമായ മർമ്മങ്ങൾ മുൻവിധിയില്ലാതെ, പ്രെജുഡിസ് ഇല്ലാതെ പരിഗണിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയോജനമാകും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇന്ത്യ മഹാരാജ്യത്തെ ദൈവം സ്പർശിക്കുകയും ഈ രാജ്യത്തിന് ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമേൻ, ആമേൻ.